നമുക്ക് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൊയ്തുവിനെ പ്രവാസി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ചില ഏർപ്പാടുകൾ ചെയ്യണം. സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? പാസ്പോർട്ടിന്റെ ഒരു കോപ്പി, പിന്നെ ഈ വിസയുടെ ഒരു കോപ്പിയും വേണം. അപ്പൊ അതൊന്ന് വേഗം തരാൻ പറയും. അതെ, എന്തായാലും ഇപ്രാവശ്യം മൊയ്തുവിനെ കൊണ്ട് ഞങ്ങളുടെ പാർട്ടി വോട്ട് ചെയ്യിപ്പിച്ചിരിക്കും. അപ്പൊ അതൊന്നും എടുക്കാൻ പറയും, വേഗം പറയും. അതെ, മൊയ്തുവിനെ ഇപ്പൊ വോട്ടർ ലിസ്റ്റിൽ ഒന്ന് പേര് ആക്കാനുള്ള പരിപാടിയിലൊക്കെ ഉള്ള വേണ്ടി നടക്കുകയാണ്. നമുക്ക് മറ്റേ ഈ പാസ്പോർട്ടിന്റെ കോപ്പിയും വേണം, പിന്നെ വിസയുടെ കോപ്പിയും വേണം. എടുത്തോ എടുത്തോ. ചോദിക്കാണ്ട് ഓളെ വൈകുന്നേരം വിളിക്കലുണ്ടോനെ വിളിക്കലുണ്ട്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് നിങ്ങൾ നാളെ പോന്നോളി. അല്ല, നിങ്ങളിപ്പോ ഏത് വഴിക്കാ പോണ്? നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അതിലേ പോകും. കുടിക്കാൻ പറ്റുന്നല്ല. ഇന്നലെ ആ ചെമ്മീൻ മേടിച്ചിട്ട് അതിന്റെ വേസ്റ്റ് കൊണ്ട് കളയാനും പറഞ്ഞില്ലേ? അവിടെ ഇരിക്കണില്ലേ? അതിന്റെ ഇട്ടോണ്ടാ അതിന്റെ ഇട്ടോ. ഹലോ ഹലോ, ഞാൻ ഇറങ്ങി അപ്പൊ ആ പോണ ഒഴിക്കേ അതങ്ങോട്ട് കളഞ്ഞാളി. പോണ ഒഴിക്ക് അങ്ങോട്ട് ഇട്ടാ അവിടെ. അപ്പൊ ഇത് മാത്രമേ അല്ലല്ല, വേറെ ഇരിക്കുന്നുണ്ട്. ആ ചാക്കിൽ ആ സാധനങ്ങൾ, ആ പാട്ട് ചാക്കിലൊക്കെ ഇട്ട് വെച്ചാൽ നാളെ വരുന്നുണ്ടല്ലോ. നാളെ വരുന്നുണ്ടല്ലോ. അപ്പൊ എടുക്കാം. എന്നാ മതി, എന്നാ അങ്ങനെ ആവട്ടെ. എന്നാ ശരിട്ടാ. ഇതിപ്പോ എന്തിനാ ഓരോ കൈ കൊടുത്തിട്ട്? ഇപ്പൊ കുട്ടികളുടെ ചന്തി വരെ അവര് കൈ കൊടുക്കും ഈ സമയത്ത്. അല്ലാണ്ട് ഇവരുടെ കിട്ടും എന്തിനെങ്കിലും. ഇലക്ഷൻ വന്നതിനുള്ള വരവാണ് ഇപ്പൊ അത്. ഉണ്ടാണ്ട് കൈ അതൊക്കെ ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് എന്തിനാ അവര് അടിയുറച്ച വിപ്ലവകാരികൾ ഒരിക്കലും മാലിന്യം പേര് നടക്കാറില്ല. ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ. ഒരു ഫോണ് വന്നേ അത്യാവശ്യം. പിന്നെ എല്ലാം മനസ്സിലായി. എന്തൊരു മനുഷ്യനാണ്. സത്യമായിട്ടും കോള് വന്നു. സത്യം അതല്ലേ? ഇതിന് എവിടെ കൊണ്ടുപോയി ഇടും? 40കളിൽ ജന്മിമാരുടെ നരവാഴ്ച ഓർമ്മയുണ്ടോ? ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ തല അറുത്ത് ഈ കവറിനകത്തോട്ട് എവിടെയെങ്കിലും വലിച്ചെറിയും കേട്ടോ. ഇവിടെ വലിച്ചെറിയരുത്. കംപ്ലീറ്റ് CCTV ആണ്. ഉള്ള വോട്ടും കൂടി പോകും. നീ അത് കയ്യിൽ വെച്ചോ. ഇലക്ഷന് സ്ഥാനാർത്ഥിയാൻ പോണ ആളല്ലേ, ഒരു ഗമക്കിരിക്കട്ടെ. പിടിക്കാൻ അവസരം. മറ്റൊരു ആ പെണ്ണുണ്ടല്ലോ കൂടെ. അവിടേക്കാ സത്യേട്ടാ, ഞാനൊരു കാര്യം പറയാം. 1940 40 20 കുറച്ച് അത്ര കിട്ടും. 20 ഒരു 20 ഉറുപ്പ്യ ഉണ്ടാവുക ചോറിനാൻ വേണ്ടിട്ട് വിശക്കും സത്യേട്ടാ. ഇത്ര കഷ്ടപ്പെട്ട് ഈ മൊയ്തുവിനെ ചേർക്കാനൊക്കെ നടക്കുന്നുണ്ട്. അയാൾ അപ്പുറത്തെ പാർട്ടിയിലെ ആളാണ് കേട്ടോ. അവനൊക്കെ പാർട്ടിന്ന് മാറിയിട്ട് കാലത്രയും. അവനൊരു സർക്കാർ ജോലി കിട്ടാ വെച്ചാ അവന്റെ നേതാക്കന്മാരനെ അത് മുടക്കി. അന്ന് ദേഷ്യപ്പെട്ട് നടക്കാൻ തുടങ്ങിയല്ലേ ഇതൊക്കെ മുടക്കും. അതുമല്ല, അവൻ ഗൾഫിൽ പോകാൻ നേരത്ത് മാഡം സഹായിച്ചല്ലേ? പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞില്ലേ? അത് ഞാനല്ല. ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയാണ്. ഇനി അല്ല എന്നൊന്നും പറയണ്ട. അങ്ങനെയാണ്. പിന്നെ വെറുതെ അല്ല ഒരു വോട്ടിന് ജയിച്ചത്. ഞാൻ ഇപ്പൊ തിരിച്ചു പോട്ടെ. ഒരു വോട്ടാണെങ്കിൽ ഞാൻ ജയിച്ചില്ലേ? ഇങ്ങനെ പറയാനാണെങ്കിൽ നമ്മൾ ഈ തമ്മിൽ കിടന്ന് അലമ്പാത് കാര്യങ്ങൾക്ക് പോവാന്ന്. ഞാൻ പറയണമെന്ന് കേൾക്കോ. ഈ പ്രാവശ്യം ഭൂരിപക്ഷം കൂട്ടണം. അതിന് വേണ്ടിട്ടില്ല ഈ നടപ്പ് മുഴുവൻ നടക്കുന്നത്. പിന്നെ മെമ്പറേ, മൊയ്തുവിന്റെ വീട്ടിലേക്കാണെങ്കിൽ പോണ്ട, കാര്യം നടക്കൂല. അറിഞ്ഞില്ലേ? അവൻ പോലീസ് പിടിച്ച് ജയിലല്ലേ? എന്താ എന്തോ 5-6 ഒട്ടകത്തിനൊക്കെ തിരിമറി ചെയ്ത് വിറ്റിട്ടേ വെറുതെ വേണ്ടാത്ത പണിക്ക് പോയേക്കാൻ നടക്കൂല. എങ്ങനെ അവരതും പറയാ, അതിന്റെ അപ്പുറം പറയും നടക്കാൻ കിട്. നോണ പറഞ്ഞാണല്ലേ? ഞങ്ങൾ എന്തിനു നുണ പറയണം? ഈ വിവരം പറഞ്ഞിട്ട് കോയൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ആ മൊയ്തുവിന് ഇവിടെ കാല് കുത്തിയാലും അവന്റെ കാല് വിട്ടുന്ന് പറയുക. അത് സാരമില്ല മന്മത. മെമ്പർ എന്നുള്ള നിലക്ക് വാർഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങളെ ഒന്ന് അന്വേഷിക്കണമല്ലോ. അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ സാരല്ല, അത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഇത് വെറും പലഹാരം. കുടുംബത്തിൽ ചടങ്ങ് ഞങ്ങൾക്ക് കിട്ടുമല്ലേ? തോറ്റ് തുന്നാൻ പാടിയിട്ട് നമുക്കൊരു കുറവില്ല. അതെ സത്യ, ഇവരിപ്പോ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ നാളെ ചെല്ലുമ്പോ ആ വേസ്റ്റ് ബാക്കി ഇരിക്കണ മുഴുവൻ എന്റെ അടുത്ത് എടുത്തു തരും. നിങ്ങളാരും ചൊക്കൂല്ലല്ലോ. അതെ സത്യേട്ടാ, ഈ ഒട്ടകത്തെ മറിച്ചു വിറ്റക്കാർ എന്നോട് എന്താ പറയായിരുന്നു? ഉണ്ണി
ആ ചെതമ്പലൊക്കെ ഒന്ന് നന്നായി കളഞ്ഞോട്ടാ മോളെ. ഈ ചെതമ്പല് ഇരിക്കുന്ന ഇഷ്ടമല്ല. ചേട്ടാ ഒരു 6 അടിക്ക് എടുത്തോ. ഇവിടെ ആവശ്യം വരും. ഇല്ല എന്തേലും ഒക്കെ ഇട്ട് മൂടാല്ല വേസ്റ്റ്. സുധേട്ടാ മന്മഥൻ പറഞ്ഞാൽ ശരിയാണ്ട് ഇയാൾക്ക് നല്ല പ്രാന്താണ്. എടാ പിണക്കാൻ പറ്റുമോ? ഒരു വോട്ട് കിട്ടണല്ലേ. എന്നാ പേപ്പർ ചോദിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തെ പണി മുഴുവൻ അയാൾ എടുപ്പിച്ച് കൊല്ലും. സന്തോഷിപ്പിച്ചിട്ട് മേടിക്കടാ. സന്തോഷിപ്പിക്കണ ഇക്കിളിർന്ന അയാളാ. കുടലൊക്കെ നന്നായി വൃത്തിയാക്കണം കേട്ടോ. എന്താ കൊതിരിക്കണേ? ഞാൻ മന്തി അറിഞ്ഞാ. ഈ ഹംകിങ്ങൾക്ക് മെമ്പർമാരിനെ അറിയില്ലല്ലോ കൊതുകിനെ. അല്ല എന്റെ ഇടങ്ങറി മോളൊരു 3 ആളെണ്ണം വലുത് നോക്കി എടുത്തട്ടെ ഒന്നിങ്ങനെ വലിഞ്ഞാളിട്ടോ. കാരണം മുളകൊക്കെ പറ്റി പൊരിക്കാനുള്ളത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യും ഞാൻ അറിയില്ല വെച്ചിട്ട്. ഇല്ല ഇത് വേഗം അങ്ങോട്ട് തീർക്കാച്ചാലേ, ഈ പണി വേഗം അങ്ങോട്ട് തീർത്താലേ ഐക്കോറ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, അത് എടുത്തുതരാം ഞാൻ. അല്ല കോയക്ക, ആ മൊയ്തുന്റെ മറ്റേ പാസ്പോർട്ടിന്റെ കോപ്പിയും വിസയുടെ കോപ്പിയും കിട്ടിയാലേ ഞങ്ങൾക്കായിട്ട് പോകാറുന്നു. തരാടോ ഇജ്ജ് ശരിക്കും നനക്ക് കിട്ടോ. അല്ല നിങ്ങളുടെ കൂട്ടത്തിന് തെങ്ങ് കയറാറിയ ആരെങ്കിലും ഉണ്ടോ? തെങ്ങ സുധേട്ടൻ പണ്ട് കയറുമായിരുന്നു. അല്ല ഇപ്പൊ ഈ പ്രായമൊക്കെ ആയാലോ, ഈ കാലിനെ ഒരു കേടാ. അല്ല വേണ്ട, എനിക്ക് സത്യമായിട്ട് അറിയില്ല. എന്നോട് പല തെങ്ങ് കയറാ പറഞ്ഞ. ഇത് ബാക്കി മോള് തിന്നു, ഇതൊക്കെ തിന്നു, ഞാനും അവളും തിന്നു. നന്നായിക്കോ. ആ കോപ്പി വേഗം കിട്ടിയായിരുന്നെങ്കിലേ. അല്ല വീട്ടിൽ തുണി പകുതി കഴുകിട്ടിട്ടാ ഞാൻ പോന്നേക്കണതേ. തുണിയൊക്കെ കൈകോയി തുണിയൊക്കെ അരക്കോ?